വെൽക്കം ടു ചാരൂസ് ചിറ്റ് ചാറ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മളുടെ ഹോം ടൂറാണ്. സോ ഇത് ഈ കാണുന്നതാണ് എൻ്റെ വീട്. കാണുന്നുണ്ട് ഗൈസ്, ചെടികളൊക്കെ മറിഞ്ഞിട്ട് കാണുന്നുണ്ടാവില്ല. ആൻഡ് വീട്ടിൻ്റെ ഉള്ളിൽ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ വീട്ടിലേക്കുള്ള റോഡ് കാണിക്കണം. ഇത് ഈ കുന്ന് കണ്ടില്ലേ, ഇതാണ് റോഡ്. പ്രോ ഡ്രൈവേഴ്സിന് മാത്രമേ ഈ റോഡിലോട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. പ്രോ ഡ്രൈവേഴ്സിന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം ഇവിടെ ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഈ കാണുന്ന ഈ മതിൽ ഒരുപാട് വട്ടം ലോറിയും വണ്ടിയൊക്കെ തട്ടി തായിട്ടിട്ടുണ്ട്. സോ കുറച്ച് ടാസ്ക്കാണ്. ആൻഡ് ദെൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൻ്റെ പേര് ഗൈസിൻ്റെ വീട്ടിൻ്റെ പേര് വസന്ത്. അപ്പോൾ വസന്തം എന്നുള്ള പേര് വരാൻ കാരണം അച്ഛൻ അമ്മയുടെ പേര് വെച്ചിട്ടാണ് ഈ വീട്ടിന് പേരിട്ടത്. അപ്പോൾ ഞാൻ കുഞ്ഞായപ്പം 2005 ഈ വീട്ടിൽ കൂടെ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഒരുപാട് ഞാൻ എതിർത്തു, എൻ്റെ പേര് വെച്ചില്ല, എൻ്റെ പേര് വെക്കണം എന്നൊക്കെ. പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, മൈ വൈഫ് മൈ ലൈഫ്. ഉണ്ട് ഗൈസ്. സോ ഇതാണ് എൻ്റെ വീട് ഗൈസ്. കാണിക്കാൻ മാത്രം ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള വീടൊന്നുമല്ല, എന്നാലും കാണിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗാർഡൻ. ഇപ്പം എല്ലാം ഒന്ന് ഉണങ്ങി കരിഞ്ഞ് പോയിട്ടുണ്ട്. അതെ, തൂക്കിയിട്ട ചെടികളിലൊക്കെ തൂക്ക് മാത്രമേ ഉള്ളൂ, ചെടികളൊന്നുമില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഗാർഡനൊക്കെ നമുക്ക് പിന്നീട് ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം. ഫേവറേറ്റ് സ്പോട്ട് ഗൈസ്, എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഈ വീട്ടിൽ. യെസ്, കാരണം ഇവിടെ വെറുതെ വൈകുന്നേരം വന്നിരിക്കുക, പാട്ട് കേൾക്കുക, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി സമയം കളയാനുള്ളൊരു സുഖം അത് വേറെ തന്നെയാണ് ഗൈസ്. പിന്നെ ബാക്കി ഗാർഡനൊക്കെ നമുക്ക് പിന്നീട് കാണാം. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഓക്കെ, 2005 വീട്ടിൽ കൂടെ. ഓക്കെ, ആ ടൈമിൽ സ്കൂളിൽ പോകുമായിരുന്നു. ഈ സൈഡിലോ അല്ലെങ്കിൽ എൻട്രൻസ് ഈ സൈഡിലൊന്നും ആയിരുന്നില്ല. പിന്നീട് ഒരുപാട് പൊളിച്ചും മാറ്റിയും അങ്ങനെയാണ് ഇപ്പോൾ ഈ കുളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും പൊളിച്ചു മാറ്റുമെന്നാണ് ഗൈസ് പറയുന്നത്. സാറില്ല, നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. മാറ്റങ്ങൾ അനിവാര്യമല്ലേ അല്ലേ? ഈ ഒരു സ്റ്റെപ്പില്ലേ, ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഇതെൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച സ്റ്റെപ്പാണ്. അച്ഛൻ തന്നെ ഡിസൈൻ ചെയ്ത് അച്ഛൻ തന്നെ കല്ല് വെച്ചിട്ടുണ്ടാക്കിയ സ്റ്റെപ്പാണ് ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഓക്കെ, ഇവിടെ പിന്നെ ചെടികളില്ലാത്ത ഒരു മൂലയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എൻ്റെ അമ്മയുടെ എല്ലാ മുക്കിലും മൂലയിലും ചെടികൾ വെച്ചുകൊണ്ടാണ് അമ്മയുടെ തുടക്കം. ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇതാണ് നമ്മളുടെ ഹാൾ. ഈ സോഫ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അവസാനം ഇവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. 3 കൊല്ലത്തോളം പഴക്കമുണ്ട് ഇതിന് കേട്ടോ. ആൻഡ് ഈ ഷെൽഫിൽ കാണുന്നത് ഈ കേക്ക് കാട്ടിയ ട്രോഫിയും പ്രൈസസും ഒന്നും എൻ്റേതല്ല. എനിക്കാകെ 1-2 കിട്ടിയിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാ, പണ്ടേ ഇങ്ങനെയായിപ്പോയി ഗൈസ്. ആൻഡ് ഈ ഫോട്ടോസും ഇതൊക്കെ ഇവിടെ കാണുന്ന ഇതൊക്കെ എൻ്റെ അമ്മയുടെ സൃഷ്ടികളാണ്. ഈ ഗ്ലാസ് പെയിൻറ്റിങ് ഇതെല്ലാം എൻ്റെ അമ്മയുടെ സൃഷ്ടികളാണ്. സോ എല്ലാ മൂലയ്ക്ക് നമ്മളിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ കമ്മിങ് ടു ദിസ് TV സ്റ്റാൻഡ്. ഇത് അടുത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ജനലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഇതൊന്ന് കുറച്ച് മെനക്ക് ഇങ്ങനെ സെറ്റാക്കി വെച്ചത്. ബട്ട് എന്നാലും അവിടെ ഇങ്ങനെ പോയി കച്ചറ കൊണ്ടുവരുന്ന സ്വഭാവം ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഗൈസ്. ഒരു സ്ഥലം കിട്ടി പിന്നെ മലയാളികൾ അങ്ങനെയല്ലേ. താഴെ 2 ബെഡ്റൂം ഉണ്ട്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒന്നുമല്ല. സോ ഇതാണ് നമ്മൾ നോർമൽ സാധാരണക്കാരുടെ ബെഡ്റൂം ഗൈസ്. പിന്നെ അൽമാരി, എത്രയൊക്കെ പുതിയ അൽമാരി വന്നാലും പഴയത് കളയുന്നതിനോട് ഇവിടെ ആർക്കും താല്പര്യമില്ല. പഴയത് ഇതുപോലെ നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ബുക്ക് ഷെൽഫ് എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ്സിലെ ബുക്ക് തൊട്ട് ഇവിടെ എല്ലാ ബുക്സും ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാമല്ലോ, ഒന്നും സ്റ്റോറി ബുക്സ് ഒന്നുമല്ല, ചുമ്മാ ഒരു ഷോന് ഇങ്ങനെ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നീട് ആർക്കെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളൊരു ചിന്ത. അച്ഛൻ്റെയും അമ്മേൻ്റെയും ബെഡ്റൂം കണ്ടോ, ഞങ്ങൾക്ക് ഭയങ്കര കളർ സെൻസ് ആണ്. കണ്ടോ, ബ്ലൂ തീമിലാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. എന്ത് ചെയ്യാനൊക്കെ ഗൈസ്. ആൻഡ് ഈ വാർഡ്രോബ് ഇപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ആൻഡ് ബാത്റൂം ഞങ്ങളിങ്ങനെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതിലൂടെ പോയാൽ നമുക്ക് നമ്മളുടെ ബാത്റൂമിലേക്ക് എത്താം. അതാണ് ഗൈസ് നമ്മൾ. ആൻഡ് ഹാളിൽ നിന്ന് നേരെ നമുക്ക് നമ്മളുടെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ആദ്യമേ ഡൈനിങ് ഹാളൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിലൂടെയായിരുന്നു എൻട്രൻസ്. പിന്നീടാണത് പൊളിച്ചു മാറ്റി വരാണ്ട് നമ്മൾ ഡൈനിങ് ഹാളാക്കിയിട്ടും പിന്നെ ഇത് നമ്മൾ ഹാൾ കുറച്ചും കൂടി ഇങ്ങനെ സെറ്റാക്കി വെച്ചതും. 2005 വീടല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പഴക്കമൊക്കെ ഉണ്ടാവും. ആൻഡ് ഡൈനിങ് ഹാളിൽ അങ്ങനെ കണ്ട കച്ചറ സാധനങ്ങളൊക്കെ വെച്ച് ശീലമായിപ്പോയി ഗൈസ്. പിന്നെ ഇത് അച്ഛൻ എവിടെ നിന്ന് ആസാമെന്ന് മറ്റേ വരുമ്പോൾ കൊണ്ടുവന്ന സാധനമാണ്. അതിപ്പോഴും നമ്മൾ അതേപോലെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, ഈ ഒരു ആർച്ച് കണ്ടില്ലേ, ഇതും എൻ്റെ അച്ഛൻ്റെ സൃഷ്ടിയാണ്. സോ അച്ഛൻ്റെ എല്ലാ കഴിവുകളും കാണിച്ചുകൊണ്ട് അച്ഛൻ ഇവിടെ ഒരു ആർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. വിച്ച് ഈസ് റിയലി ബ്യൂട്ടിഫുൾ റൈറ്റ്. ഇങ്ങനെ ഉണ്ടാക്കാനും വേണം കഴിവ്. നേരെ നമ്മളുടെ കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ തരം കണ്ടംപററി സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ല. പഴയ സാധനങ്ങളും പഴയ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാകും. യൂസ് ചെയ്യാത്ത ഓവൻ, വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഓവൻ, ഗ്രൈൻഡർ, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ കാണും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കിച്ചണിൽ നിന്നും അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അടുപ്പാണ് എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അടുപ്പാണ്. പക്ഷേ ഞങ്ങൾ അത് യൂസ് ചെയ്യാതെ സ്റ്റോർ റൂമാക്കി വെച്ചിട്ടാണുള്ളത്. സ്വാഭാവികം. അങ്ങനെ
ആക്ച്വലി വർക്കേരിയയിലേക്ക് പോവാണ്. വർക്കേരിയയിൽ നമ്മുടെ വാഷ് ബേസിൻ ഉണ്ട്. ഈ വർക്കേരിയ വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാറ് മെയിൻലി. സോ അതിൻ്റെ ഒരു എന്താ പറയുക, ഡബ്ബയിലും സാധനങ്ങൾ വെച്ച് ഒരു കുപ്പിയും കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇപ്പം അടുത്താണ് ഇങ്ങനെ ഇത്രയെങ്കിലും നമ്മളൊന്ന് സെറ്റാക്കി വെച്ചത്. ഇങ്ങനെയുണ്ട്. പിന്നെ യെസ്, എല്ലാ മലയാളികളെ വീട്ടിലുള്ള പോലെ കലണ്ടർ, പുതിയ വർഷം വരുമ്പോൾ പുതിയ കലണ്ടറൊക്കെ വയ്ക്കും. പക്ഷേ പഴയ കലണ്ടറൊന്നും നമ്മളങ്ങനെ മാറ്റാറില്ല. നമ്മൾ പഴയ സാധനങ്ങളൊന്നും ഈ വീട്ടിൽ കളയാറില്ല എന്നുള്ളതാണ് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ്. എല്ലാം നമ്മളിങ്ങനെ സൂക്ഷിച്ച് നമ്മൾ പഴയ വാഷിംഗ് മെഷീൻ വരെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കെട്ടി സൂപ്പറായി വെച്ചിട്ടുണ്ട്. പഴയത് പറഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷനാണ്, ബട്ട് സ്റ്റിൽ നമ്മളൊന്നും കളയാൻ പാടില്ല. അത് പൊട്ടിയ ഹാങ്ങിങ് സാധനങ്ങൾ എല്ലാം നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പഴയ പക്ഷിക്കൂട് നമ്മളിപ്പോൾ അടുപ്പാക്കി മാറ്റി. എല്ലാ സാധനവും നമ്മൾ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ്. അതുപോലെ പണ്ടത്തെ വാഷ് ബേസിനെടുത്ത് പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാത്ത അമ്മിക്കല്ല്, അലക്കുകല്ല് പിന്നെ ഇവിടെ ആരും യൂസ് ചെയ്യാത്തത് കൊണ്ട് കാണാമല്ലോ. പൂപ്പ് പിടിച്ചിട്ടുണ്ട് ഗൈസ്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ ഒരു സെറ്റപ്പ്. നമുക്കിനി ഒന്ന് കണ്ടോ, നമ്മളുടെ സ്റ്റോർ റൂം അല്ലെങ്കിൽ എന്താ കച്ചറ സാധനങ്ങളൊക്കെ ഇടുന്നത്, വിറക് തൊട്ട് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഇപ്പം പണിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാത്റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ സെറ്റപ്പ്. നമുക്കിനി ഉള്ളിൽ പോയിട്ട് മുകളിൽ കാണാം. സോ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി വന്നാൽ ഫസ്റ്റ് കാണുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ആണ്. സോ ബ്യൂട്ടിഫുൾ റൈറ്റ് ഗൈസ്. എൻ്റെ റൂം കണ്ടില്ലേ, ബെഡ്ഷീറ്റ് വേറെ തലേണ വേറെ. അതാണ് ഇവിടുത്തെ ഒരു തീം. പിന്നെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കിയാൽ നമ്മളുടെ മുകളിലെ വെജിറ്റബിൾ ഗാർഡനും ഇതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ആൻഡ് ദെൻ യെസ്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യാറില്ല. ബാത്റൂം ആൻഡ് ദാറ്റ്സ് ഓൾ. ഇവിടെ അങ്ങനെ കാര്യത്തിൽ കാണാൻ മാത്രം ഒന്നും തന്നെയില്ല ഗൈസ്. കണ്ടോ, കളറുള്ള ലൈറ്റൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. നമുക്ക് ഹാളിൽ പോയാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വീട്ടിലൊന്നും അങ്ങനെ കളയാറില്ല. എല്ലാത്തിനോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന സോഫ. എനിക്ക് തോന്നുന്നു ഈ വീട് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് കുറച്ച് വളരെയധികം പഴക്കമുള്ളൊരു സാധനമാണ്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിനെ എടുത്ത് നമ്മൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് മുകളിൽ 3 റൂമാണുള്ളത്. ആ കാണുന്നത് എൻ്റെ റൂം, അത് കഴിഞ്ഞ് നേരെ അനിയൻ്റെ റൂമുണ്ട്. സോ ദിസ് ഈസ് മൈ ബ്രദേഴ്സ് റൂം. ഇതിനും നിങ്ങൾ കളർ തീം ഈ വീട്ടിലില്ല ഗൈസ്. ഇത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അൽക്കൊലത്തെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെക്കാം. ആൻഡ് ദർ ഈസ് വൺ മോർ റൂം ഹിയർ which is a guest room അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അങ്ങനെ യൂസ് ആയിട്ട് പറയാം. ഗൈസ്, ഇതാണ് നമ്മളുടെ ജാമ്പവാൻ കാലത്തെ കമ്പ്യൂട്ടർ. ഇതിനെപ്പോഴും ഒരു പ്രശ്നവുമില്ല എന്ന് വിശ്വസിച്ച് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന ഒറ്റൊരു കാരണം കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓൾഡ് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ റീയൂസ് ചെയ്യും. ഏകദേശം ഈ വീട്ടിലൊരു 5-6 കബേർഡ് ഉണ്ടാവും. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പഴക്കമുണ്ട്, ബട്ട് നമ്മളതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ ആർമിക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ, ആർമിക്കാരുടെ സ്വന്തം പെട്ടി. ഇതിലോട്ട് പോയി നമുക്ക് നമ്മളുടെ ബാക്കിലത്തെ വർക്ക് ഏരിയ പോകാം. പക്ഷേ അവിടെ ആകെ എന്താ പറയുക, കച്ചറൊക്കെ ഇട്ടിട്ട് ഡോറൊക്കെ ജാമായിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ തുറക്കുന്നില്ല. ആൻഡ് സി ഗൈസ്, ഇതാണ് സാധാരണ മലയാളികളുടെ ഒരു വീട്. ഇതിൽ നിങ്ങൾ കൂടുതലൊന്നും എക്സ്പെക്ട്. ദിസ് ഈസ് അനദേഴ്സ് ഫേവറേറ്റ് സ്പോട്ട്. എനിക്കിവിടെ വന്നിരിക്കാൻ, പ്രത്യേകിച്ച് മഴയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ആടിപ്പാടി പാട്ടൊക്കെ കേട്ടിരിക്കാൻ കിട്ടുന്നൊരു വൈബ്, ഈ ഒരു സീൻ. എനിക്ക് വീട് പഴയതാണ്, ഇവിടുത്തെ സാധനങ്ങൾ, ഫർണിച്ചേഴ്സ്, വീടിന് വസന്തം എന്നുള്ള പേര് വെച്ചത് അമ്മയുടെ പേരാണെങ്കിലും അത് കംപ്ലീറ്റ്ലി ഈ വീടിന് ആപ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചെടിയുടെ കാലാവസ്ഥ കാരണം ചെടിയുടെ ഒക്കെ ഒരു അളവ് കുറഞ്ഞതാണ്. പണ്ട് നിറച്ചും ചെടികളും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ കാണാം. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ കാണാം. നിങ്ങൾ വിചാരിക്കുന്നത് ആമസോൺ ഫോറസ്റ്റോ വല്ലതുമാണെന്ന്. ഇത് ആരുടെയോ സ്ഥലമാണ്. ആരും യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ച് കാട് പിടിച്ച് നമ്മളുടെ വീട്ടിനെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു കാട് കൊണ്ട് കവർ ചെയ്ത പോലെയാണുള്ളത് അല്ലേ. യെസ്. സോ നമുക്ക് ഇവിടെ വന്നിരുന്നാൽ നമുക്ക് അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാം. അത്രേ ഉള്ളൂ നമ്മളുടെ വീടിനെ കുറിച്ച്. ഇപ്പോൾ കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല. താഴെ 2 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ എനിക്ക് ഡിസൈനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ സൂപ്പറാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇതിലുള്ള ഓരോ സാധനങ്ങൾക്കും ഓരോ കോണിനും ഒരു സ്റ്റോറിയുണ്ട്. സോ ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഐ ലിവ് ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഹാപ്പിയസ്റ്റ് പ്ലേസ്. എനിക്കിങ്ങനെ ഇവിടെയൊക്കെ വന്നിരിക്കുക, എവിടെയൊക്കെ പോയാലും എവിടെയൊക്കെ ട്രാവൽ ചെയ്താലും തിരിച്ചത് ഈ ഒരു സ്പോട്ടിലേക്ക് വന്ന് ഇങ്ങനെ ചില്ലായിരിക്കുന്നതിൻ്റെ സന്തോഷം എനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ആൻഡ് സോ ദാറ്റ്സ് ഓൾ. ഈ വീട്ടിലെ വിശേഷങ്ങളും ഇത് നമുക്കൊരു ദിവസം നമുക്ക് പുറത്തെ അമ്മയുടെ ഗാർഡനും അതുപോലെ വെജിറ്റബിൾ ഗാർഡനൊക്കെ ഉണ്ട് മുകളിൽ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. സോ ഇഷ്ടമാണെങ്കിൽ എന്താണെങ്കിലും ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ. See you in the next video. Bye bye.